ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ വ്രതത്തിനും പൂജയ്ക്കും ഇവിടെ നല്ല പേരാണല്ലേ. ഗാഥ, ഞാൻ പേരെടുക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. വ്രതം എടുക്കുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാലേ ഇനി നീ ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. അമ്മ അനുവദിച്ച ഭക്ഷണം മാത്രം കഴിച്ചാ മതിയെന്നും പറഞ്ഞിട്ടേ ഞാനിത് കളയാൻ കൊണ്ടുപോയതാ. നിന്റെ വായിലേക്കാണോടി കളയുന്നേ? നീ ഇത് കുടിക്കാൻ നോക്കിയതല്ലേ? ഇങ്ങോട്ട് താ അത്. അയ്യോ തരാൻ. ഈ നിലയ്ക്കാണ് നിന്റെ പോക്കെങ്കില് പൂജാരി ഇനിയും ശിക്ഷ വിധിക്കും. അതൊരു പക്ഷേ നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതായിരിക്കില്ല നിർമ്മലേ. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മേ, എന്നാലും എന്റെ അമ്മേ, വാഷ് ബേസിനെ കളയാനാന്ന് പറഞ്ഞു കൊണ്ടുവന്ന സാധനം കുടിക്കാൻ ഒരു നാണം തോന്നിയില്ലേ അമ്മയ്ക്ക്? ഇതിപ്പോ ഞങ്ങൾക്കുള്ളതിനെ ഇല്ലാതാക്കുകയും ചെയ്തു, നിനക്കുള്ളത് കിട്ടിയില്ല. സന്തോഷായില്ലേ? ആർക്കും വേണ്ട. ഞാൻ വിശന്നിരിക്കുമ്പോ ഇവിടെ ആരും ഒന്നും കഴിക്കണ്ട. അതാ എന്റെ തീരുമാനം. മനസ്സിലായോ? നോക്കിക്കോ, എന്നെ ഇങ്ങനിട്ട് വിഷമിപ്പിക്കുന്നവരെല്ലാരും അനുഭവിച്ചു ചാവും. അത് നമ്മളെ അല്ല, മുത്തശ്ശിയെ പറഞ്ഞതാ. പക്ഷെ സൂക്ഷിക്കണം അച്ഛാ, അമ്മ പ്രാഗിയെ ഏക്കും. ഓ, സ്വന്തം ഭർത്താവിനെ ഈ കുടുംബക്കാരെയൊക്കെ സ്ഥിരമായി പ്രാപിക്കൊണ്ട് നടക്കുന്നത് നിന്റെ അമ്മയുടെ സ്ഥിര സ്വഭാവമല്ലേ? അതിന് ദൈവം വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല മോളെ. ഓക്കെ. പറയാൻ ആന്റണി. ഓക്കെ മിസ്റ്റർ ആന്റണി, നിങ്ങളെ ഞാൻ നാളെ വിളിക്കാം. ബൈ.
എന്താ നവീൻ? അത് ഞാനല്ലേ തന്നോട് ചോദിക്കണ്ടേ? ഇവിടെ എന്താ പരിപാടി? പൂജയ്ക്ക് പൂക്കൾ അന്വേഷിക്കണോ? അല്ല, തനിക്കിപ്പോ പൂജ മാത്രമല്ലേ ഉള്ളൂ. പൂജാമുറിയിൽ വന്നു നോക്കിയ ചുണ്ടുകൾ മാത്രം അനങ്ങുന്ന കാണാം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ എങ്ങനെ ശല്യപ്പെടുത്തുക? അല്ല കഥ, ഇതെന്തൊരു ചേഞ്ചാ? ഹൗ ക്യാൻ യു അഡ്ജസ്റ്റ് ദിസ്? എന്തും ചെയ്തു കളയൊന്നും താൻ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പൂജയ്ക്ക് സമയമായി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി. താൻ നിക്കടോ. അയ്യോ, എനിക്ക് പോണം. ശരി. അല്ല ഗാഥ, ഹലോ സാർ. എന്തിനിങ്ങോട്ട് വന്നേ? ഇവിടെ ആരെങ്കിലും കണ്ട പ്രശ്നാവും. ഞാനിപ്പോ സ്വർഗത്തിലെ കട്ടുറുമ്പാണോ? ഞാൻ വന്നത് നിനക്ക് ഒട്ടും ഇഷ്ടായില്ലല്ലേ? കഥ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ചിവിടെയുള്ളവർ കണ്ടു കഴിഞ്ഞാ എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ കാതയ്ക്ക് നഷ്ടപ്പെടുന്നെന്ന് ഓർക്കണം. ഗാഥ വന്നേ, വരനാ പറഞ്ഞ, വരാനല്ലേ പറഞ്ഞേ? വാ ഗാഥ. നിന്റെ വ്രതത്തിനും പൂജയ്ക്കും ഇവിടെ നല്ല പേരാണല്ലേ? ഗാഥ, ഞാൻ പേരെടുക്കാൻ വേണ്ടി ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. വ്രതം എടുക്കുമ്പോ അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നാലേ ഇനി നീ ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഇനിയുള്ള പൂജകളൊക്കെ ഞാൻ ചെയ്യും. എന്ത് ഭ്രാന്തായി പറയുന്നേ? പൂജ തുടങ്ങിയത് ഞാനല്ലേ? ഞാൻ എടുത്ത വ്രതം പാതിയിൽ തുടരാൻ ഗാഥയ്ക്ക് എങ്ങനെയാ പറ്റുക? ഓ, പറയാനുള്ള ന്യായങ്ങളൊക്കെ ഒന്നിച്ചങ്ങ് പഠിച്ചു വെച്ചിരിക്കാണല്ലേ? പൂജ പൂർത്തിയാക്കണം, ഒരു കുഴപ്പമില്ലാതെ നവീന്റെ കൂടെ ഇവിടെ അങ്ങ് സുഖമായിട്ട് ജീവിക്കണം. അതല്ലേ നിന്റെ ഉദ്ദേശം? ഗാഥ, ഇതൊന്നും എനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെന്ന് 1000 തവണ ഞാൻ പറഞ്ഞതല്ലേ? പിന്നെ ഈ സമയത്ത് ഇവിടെ കയറി വന്ന് ഭ്രാന്ത് വിളിച്ച് പറയാണോ? ഈ പൂജ ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയാല് എന്തൊക്കെയാ അതിന്റെ ഫലങ്ങളെന്നറിയോ? ആരെയൊക്കെ അത് ബാധിക്കാന്നറിയോ? ആര് ബാധിച്ച നിനക്കെന്താ? ഈ 41 ദിവസത്തെ പൂജ ഞാൻ ഏറ്റെടുത്തത് എന്തുകൊണ്ടാന്നറിയോ?